ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെച്ച് കമാൻഡാണ്. എങ്ങനെ നമ്മൾക്ക് ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ വരച്ച എന്ത് സാധനത്തെ ആണെങ്കിലും എങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെച്ച് കമാൻഡ് സ്കെയിൽ കമാൻഡും എല്ലാവർക്കും തെറ്റിപ്പോകാറുണ്ട്. ഇപ്പോൾ സ്ട്രെച്ച് കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒരു സൈഡിൽ നിന്നോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വലിച്ചു നീട്ടാൻ കഴിയും. അതാണ് സ്ട്രെച്ച്. സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉള്ള ഒബ്ജക്റ്റിനെ, അതായത് ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ടിരിക്കുന്ന എന്തായിക്കോട്ടെ, നമ്മളത് ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും അതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ സ്കെയിൽ ചെയ്യുമ്പോൾ ആ ഫുൾ ഒബ്ജക്റ്റ് ഇപ്പം സ്കെയിലായിക്കൊണ്ടേയിരിക്കും. അതായത് ഒന്നെങ്കിൽ നമ്മളതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിനെ നമ്മൾ വലുതാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് ഉണ്ടാകുന്ന അതിൻ്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഒബ്ജക്റ്റിനും ഒരുപോലെ അതിനെ ബാധിക്കും. എന്നാൽ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റിൽ നിന്ന് അതിനെ വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ട്രെച്ച് കമാൻഡാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെച്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോൾ അതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യണം. എനിക്കിതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെലക്ഷനിലാണ് സ്ട്രെച്ചിൻ്റെ ഫുൾ കളികൾ ഇരിക്കുന്നത്. നിങ്ങളുടെ സെലക്ഷൻ ബേസ് ചെയ്തിട്ടിരിക്കും. ഈസിയാണെന്ന് തോന്നും, പക്ഷേ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആക്കും. ചില സമയം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്ട്രെച്ച് കൊടുത്തു. എനിക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒന്നെങ്കിൽ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വലിച്ചിങ്ങനെ നീട്ടാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഓട്ടോ ഓൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് പെർപെൻഡിക്കുലർ, അതായത് ലെഫ്റ്റിലോട്ട് കറക്റ്റായിട്ട് ഹൊറിസോണ്ടലി പോകുന്നുള്ളൂ. എനിക്കിപ്പോൾ ഒരു 1 മീറ്റർ സ്ട്രെച്ച് ചെയ്യണം. ഞാൻ സ്ട്രെച്ച് കൊടുത്തു, സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഞാൻ കൺട്രോൾ-C കൊടുത്ത് ബാക്കിലോട്ട് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട ഈ പോയിൻ്റ് അല്ലെങ്കിൽ ഈ പോർഷൻ മാത്രം സ്ട്രെച്ച് ചെയ്താൽ മതി. ഉണ്ടോ? ഞാൻ ആ സെലക്ഷനിലായിരിക്കുന്നത്. ഞാൻ ഇത്രയും മാത്രമേ സെലക്ട് ചെയ്തോളൂ. ഞാൻ നേരത്തെ സെലക്ട് ചെയ്തത് ഇത്രയുമായിരുന്നു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത്രയും പോർഷൻ ഞാൻ സെലക്ട് ചെയ്തു. എന്നാൽ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇത്രയും പോർഷൻ മാത്രമാണ്. ഈ സ്ട്രെച്ച് അപ്ലൈ ആവുന്നത് ഇത്രയും പോർഷൻ മാത്രമായിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഇനി ഇത്രയും പോർഷൻ മാത്രം സെലക്ട് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. ഇനി നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഇവിടെയുള്ളൊരു പോയിൻറ്റുമായിട്ട് ചെറുതായിട്ടൊന്ന് മേളിലോട്ട് എല്ലാം വെച്ചു, ഇങ്ങനെ മാറ്റി കൊടുത്തു. ഇനി ഞാൻ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത് ഈ പോർഷൻ ഇത്രയുമാണ്. കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അതായത് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, സ്ട്രെച്ച് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ച് മൂവ് എന്നുള്ള നമ്മുടെ നോർമൽ കമാൻഡിലോട്ടും ചേഞ്ച് ആവും. അതായത് ഞാനിപ്പോൾ ഇത് ഫുൾ സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് സെലക്റ്റായി, സ്ട്രെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂവ് കമാൻഡായിട്ട് തന്നെ അത് ആക്ട് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സ്ട്രെച്ച് വളരെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കമാൻഡാണ്. നമ്മൾ ഒരുപാട് വർക്കിംഗ് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ സെലക്ഷൻ എല്ലാം സ്ട്രെച്ചിൽ സെലക്ഷനിലാണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഈ പ്ലാൻ ഫുള്ളായിട്ട്, അതായത് എല്ലാം ഫുള്ളായിട്ട് എനിക്ക് ലെഫ്റ്റിലോട്ട് ഒരു 1 മീറ്റർ ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഫുൾ സെലക്ട് ചെയ്തു, ഞാൻ ലെഫ്റ്റിലോട്ട് ഒരു 1 മീറ്റർ അപ്ലൈ ചെയ്തു. ഒറ്റ സ്ട്രെച്ചിന് 1 മീറ്റർ ആഡ് ആയിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ സ്ട്രെച്ച് അപ്ലൈ ആവാത്തത്. ഞാൻ അതിങ്ങോട്ട് കറക്റ്റ് പൊസിഷനിലോട്ട് കോപ്പി ചെയ്തു. നിങ്ങൾക്ക് കാണാം നേരത്തെ എങ്ങനെ ആയിരുന്നതെന്നും ഞാനിപ്പോൾ ഒരു 1 മീറ്റർ സ്ട്രെച്ച് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. ഒറ്റ സ്ട്രെപ്പിൽ 1 മീറ്റർ സ്ട്രെച്ചായി. പക്ഷേ മെയിൻ ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന്, ഇവിടുത്തെ വിൻഡോ ബ്ലോക്ക് ആയതുകൊണ്ട് വിൻഡോ സ്ട്രെച്ച് ആയിട്ടില്ല. ഈ ബ്ലോക്ക് അല്ലാത്ത എന്ത് സാധനങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ആ സെലക്ഷനിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും പോർഷൻ കറക്റ്റായിട്ട് സ്ട്രെച്ച് ആവും. ഇതാണ് ഒരു സ്ട്രെച്ച് കമാൻഡ്. ഏറ്റവും നമ്മൾ വർക്കിംഗ് ഡ്രോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിതിപ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ റീഡ്രോ ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ ഞാൻ ആ സെലക്ഷൻ എനിക്കിത് ഫുള്ളായിട്ട് എനിക്ക് 1 മീറ്റർ ലെഫ്റ്റിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ നടക്കും. ചെറിയ ഇതുപോലെയുള്ള ബ്ലോക്കുള്ള കാര്യങ്ങളൊന്നും മാറത്തില്ല. പക്ഷേ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്.
ഇതുപോലുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.